നമസ്കാരം. കോതമംഗലം ഇന്ദിരാഗാന്ധി കോളേജിൽ 1ാം വർഷ BBA വിദ്യാർത്ഥി മാങ്ങളം സ്വദേശിനി നന്ദനയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് മാതാപിതാക്കളും കോളേജ് അധികൃതരും ആവശ്യപ്പെട്ടു. ഞായറാഴ്ച രാവിലെ 8:30 നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഹോസ്റ്റൽ മുറിയിൽ പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഇടുക്കി മാങ്ങളം സ്വദേശിയുമായ നന്ദന ഹരിയാണ് മരിച്ചത്. അവധി ദിവസം കഴിഞ്ഞ ഹോസ്റ്റലിലേക്ക് എത്തിയ സഹപാഠിയാണ് ഫാനിൽ തൂങ്ങിയ നിലയിൽ നന്ദനെ ആദ്യം കാണുന്നത്. കോളേജ് അധികൃതർ അറിയിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസും സ്ഥലത്തെത്തി. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും ഇനി ആർക്കും ഇത്തരം അനുഭവം ഉണ്ടാകരുതെന്നും നന്ദനയുടെ പിതാവ് ഹരി പറഞ്ഞു. ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ നന്ദനയുടെ കാൽ നിലത്തുമുട്ടിയാണ് നിൽക്കുന്നതെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. നന്ദനയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. എന്നാൽ ആരുമായും പ്രശ്നങ്ങളുള്ളതായി അറിയില്ലെന്നും കോളേജിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും അസ്വാഭാവികത കാണുന്നില്ലെന്നുമാണ് പ്രിൻസിപ്പൽ വ്യക്തമാക്കിയത്. നെല്ലിക്കുഴിയിലെ കോളേജ് കോമ്പൗണ്ടിലെ ഹോസ്റ്റലിലാണ് നന്ദന താമസിച്ചിരുന്നത്. ശനി, ഞായർ അവധിയെ തുടർന്ന് നന്ദനയുടെ മുറിയിൽ താമസിച്ചിരുന്ന 3 പേർ വീട്ടിലേക്ക് പോയിരുന്നു. ഇതിലൊരാൾ കഴിഞ്ഞ ദിവസം 8 മണിക്ക് മടങ്ങിയെത്തി പരിശോധിച്ചപ്പോഴാണ് നന്ദനയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ക്യാമ്പസിലോ ഹോസ്റ്റലിലോ നന്ദനയെക്കുറിച്ച് ആർക്കും ഭിന്നാഭിപ്രായമില്ല. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് വരെ ഫോൺ വിളിക്കുന്നത് കണ്ടതായി ഹോസ്റ്റൽ മെട്രൺ പറഞ്ഞിരുന്നതായി കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിൽ അടക്കം സജീവമായിരുന്നു നന്ദന. എന്നാൽ മരിക്കുന്നതിന് മുൻപ് ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റുകളെല്ലാം നീക്കം ചെയ്ത നിലയിലാണ്. പ്രാഥമിക പരിശോധനയിൽ നന്ദനയുടേത് ആത്മഹത്യയെന്ന നിഗമനത്തിലാണ് പോലീസ്. നന്ദനയുടെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വിശദമായ അന്വേഷണം ആരംഭിക്കുമെന്നാണ് കോതമംഗലം പോലീസ് അറിയിക്കുന്നത്. മകളുടെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നാണ് നന്ദനയുടെ പിതാവ് ഹരി ആരോപിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് മകൾ അവസാനമായി വീട്ടിലേക്ക് വിളിച്ചത്. ഫീസ് അടയ്ക്കാനായി 31,000 രൂപ വേണമെന്ന് പറഞ്ഞു. അത് അയച്ചു കൊടുത്തു. ചിലപ്പോൾ ഫീസ് കൊടുക്കാൻ കുറച്ച് താമസം ഉണ്ടാകാറുണ്ട്. ഇളയ മകളും പഠിക്കുകയാണ്. എന്താണ് മരണത്തിന് കാരണമായതെന്ന് അന്വേഷിക്കണമെന്നാണ് ആ പിതാവ് ആവശ്യപ്പെടുന്നത്. ഹോസ്റ്റൽ മുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലാണ് നന്ദനയെ കണ്ടെത്തിയത്. അവധി ആയതുകൊണ്ട് തന്നെ മിക്ക കുട്ടികളും വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. പ്രഭാത ഭക്ഷണം കഴിക്കുവാനായി അടുത്ത മുറിയിലെ സുഹൃത്ത് രാവിലെ 8 മണിയോടെ വാതിൽ തട്ടിയെങ്കിലും തുറക്കാത്തതുകൊണ്ടാണ് ജനലിലൂടെ നോക്കിയപ്പോൾ തൂങ്ങി നിൽക്കുന്ന നിലയിൽ ഇത്തരത്തിൽ നന്ദനയെ കണ്ടെത്തിയത്. പിന്നീട് പോലീസ് എത്തി വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറുകയായിരുന്നു. കോളേജ് ക്യാമ്പസിനകത്തു തന്നെയാണ് ഈ ഹോസ്റ്റൽ. മാതാപിതാക്കൾ ഹോസ്റ്റലിൽ എത്തിയിരുന്നു. പിന്നീട് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. സമൂഹ മാധ്യമങ്ങളിൽ അടക്കം സജീവമായിരുന്നു നന്ദന. എന്നാൽ മരിക്കുന്നതിന് മുൻപായിട്ടാണ് ഈ ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റുകളെല്ലാം തന്നെ നീക്കം ചെയ്തത്. പ്രാഥമിക പരിശോധനയിൽ നന്ദനയുടേത് ആത്മഹത്യയെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. നന്ദനയുടെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പരിശോധിക്കുന്നുണ്ട്.